ഹായ് ഗൈസ്, കണ്ണൻ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കണ്ണൻ ഇന്ന് ആദ്യമായിട്ടൊരു ആൽബം ഡെലിവറി ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു ആൽബം നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളിന്ന് പോകുന്നത് മലപ്പുറം താനൂരാണ് സ്ഥലം. ഓക്കെ, ഈ ആൽബം ഡെലിവറി, ആൽബം കളക്ടിങ് ഒക്കെ നോർമലി കൊറിയർ ത്രൂ നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനും പോകാറുണ്ട്. ഇത് അടിപൊളിയാണ് നമ്മളിത് ഡെലിവറി ചെയ്യുക എന്നൊക്കെ പറയണത്. പിന്നെ നമ്മളൊരു പുതിയ ആൽബം മേക്കേഴ്സിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് കാണണം. പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫുഡ് സാധനങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ട്രാവലിൽ കഴിക്കാനുള്ളത്. പിന്നെ നമ്മളിന്ന് മറാസോലാണ് പോകുന്നത്, കാരണം നമുക്കിന്ന് ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഓഫീസിലേക്കാണ്. ഓഫീസിൽ പോയിട്ട് ആൽബം കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് തിരൂരോട്ട് പോകാനായിട്ട്. നമ്മുടെ വീട് ടു ഓഫീസ് അറൗണ്ട് 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് തൃപ്രയാറിന്ന് തൃശ്ശൂരിലോട്ട്. ഇന്ന് നമുക്ക് അതിന് മുമ്പ് ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഒരു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അതായത് ലക്ഷ്മണൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കുറച്ച് ലോണ്ടറിയും കൂടി ഉണ്ട്. അത് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവനെ ഡ്രോപ്പ് ചെയ്യണം. കാരണം നല്ല ഹാപ്പിയാണ്. യെസ്, മീറ്റ് ലക്ഷ്മൺ, ദ ലോണ്ടറി മാൻ. ഇവിടെ നമ്മളിത് എടുത്തിട്ട് നമ്മൾ വേറെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ലോണ്ടറി മാനാണ്, അതുലിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി നമ്മളതൊക്കെ വേറെ വണ്ടിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നേരെ ഓഫീസിലെത്തിയിട്ട് നമ്മളിനി ആൽബം കളക്ട് ചെയ്യണം. അതിൻ്റെ കുറച്ച് ചെക്കിങ് പരിപാടികളൊക്കെ ഉണ്ട്. ആൽബത്തിൻ്റെ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ഡെലിവറബിൾസ് നമ്മൾ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ഈ ആൽബംസ് എല്ലാം മേക്ക് ചെയ്ത് തരുന്നത് വിലാസ് ഫോട്ടോ ബുക്കാണ്, കൊച്ചിയിലുള്ളത്, വൈറ്റില. പിന്നെ വേറെയും വെൻഡേഴ്സ് ഉണ്ട്, നമ്മൾ വേറെ സ്ഥലത്ത് ആൽബം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൊഡക്റ്റിൽ ഇതിൽ നമുക്ക് ഇവിടെ ഒരു താങ്ക്സ് നോട്ട് കൊടുത്താൽ നന്നായിരിക്കും എനിക്ക് തോന്നിയിരുന്നു. അടുത്ത ആൽബത്തിൽ നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഈ ആൽബത്തിൻ്റെ ഓരോ മെറ്റീരിയൽസും ഇതെല്ലാം നമ്മളതിൻ്റെ ക്വാളിറ്റിയും, കാരണം ഇതിൻ്റെ ആൽബത്തിൻ്റെ ലൈഫും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റിൻ്റെയും ടേസ്റ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മളിതിൻ്റെ കളേഴ്സും ലെതറിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആൽബം നോക്കുന്നത് വെറുതെ ആൽബം വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം നോക്കണതാണ്. പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും നേരെ വണ്ടി കയറ്റി പാക്ക് ചെയ്തെല്ലാം വണ്ടി സേഫായിട്ട് കയറ്റി. ഇനി നമുക്ക് പോകുമ്പോൾ കുറച്ച് ലാമിനേഷൻ ഫ്രെയിംസ് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ടൗണിൽ നിന്ന് ഫോട്ടോ ഫ്രെയിംസ് എല്ലാം കളക്ട് ചെയ്തു. എനിക്ക് അവരുടെ ടാഗ് ലൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, യുവർ പിക്ചേഴ്സ് അവർ പാഷൻ എന്നുള്ളത്, SS ഫ്രെയിംസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ ഫ്രെയിംസ് എല്ലാം ടൗണിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നേരെ യാത്ര തുടർന്നു. ഇടയ്ക്ക് എഗ്സ് കഴിക്കുന്നുണ്ട്, സ്നാക്സായിട്ട് ബോയിൽഡ് എഗ്സ് ആണ്. പിന്നെ പുതിയ ഹൈവേ ആയിരുന്നു നമ്മുടെ കുറ്റിപ്പുറത്തേക്കുള്ള യാത്ര. കുറ്റിപ്പുറത്ത് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാനുള്ള പ്ലാനാണ്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നത് ശരിക്കും പുതിയ ഹൈവേ വന്നപ്പോൾ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമലി പല നല്ല നല്ല വീടുകളും നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല മരങ്ങളും ചെടികളെല്ലാം കണ്ട് അതിനെല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പോകാറ്. പക്ഷേ ഇപ്പോൾ പുതിയ ഹൈവേയിൽ കയറിയപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറ്റിപ്പുറം എത്തിയപ്പോൾ നമ്മുടെ ഫുഡ് അടിക്കാനായിട്ട് ചോറുമീനിലേക്കാണ് അടുത്തത്. ചോറുമീനും എത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. കാരണം 2 മണി 3 മണി ആയിട്ടുണ്ട്. ഈ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ ഹോട്ടലിനെ കുറിച്ച് എന്തായാലും പറയണം, കാരണം ആ ഏരിയയിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാർണിവലിലേക്കൊക്കെ കിടക്കുന്ന ഒരു ഫീലാണ്. കുറേ ഏരിയാസ്, കുറേ പാർക്കിങ്സ്, കുറേ കാറുകൾ. ഞങ്ങൾ എത്തുന്നത് തന്നെ ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും നല്ല തിരക്കുണ്ട് അവിടെ. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് നല്ല ഡിഫറെൻറ്റ് ഫിഷുകൾ. ഞാനൊരു ഫിഷ് ലവറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കല്യാണ വീട് ഫീലാണ്. പിന്നെ നമുക്ക് അവിടെ ഇങ്ങനെ പല നോർമലായിട്ടുള്ള ഊണുകടകളിലും പോലെയുള്ള ഒരു മറ്റേ ചൂടൊന്നുമില്ല, കാരണം 2 സൈഡും ഓപ്പണാണ്. ഒരു സൈഡിൽ ഭാരതപ്പുഴ, ഒരു സൈഡും നല്ല ഓപ്പണാണ്. പിന്നെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ റൈസ് കഴിച്ചില്ല, ഒരു ഫിഷും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫിഷ് ഞാൻ കഴിച്ചു, നല്ല ഫിഷാണ്, നല്ല ഫ്രഷ് ഫിഷായിരുന്നു. പിന്നെ താഴെ ഒരു ഇടിയും അന്ന് നടക്കുന്നുണ്ടായിരുന്നു, അതും ലൈവായിട്ട് കാണാൻ പറ്റി. പിന്നെ ഫിഷ് മാത്രമല്ല കേട്ടോ, ആ കറികളും എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഭയങ്കര ഹൈപ്പായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുണ്ട്. പക്ഷേ ഇവിടെ ഹൈപ്പ് ഈസ് റിയൽ, നല്ല ഫുഡാണ്. പിന്നെ ഞാൻ അത്ര മസാല ലവറല്ല, ഇതിലൊക്കെ ഒരുപാട് മസാലകളുണ്ട് ഫിഷിൽ. മസാല കുറച്ചിടാൻ പറഞ്ഞാൽ ഒരു മസാല കുറച്ചിട്ട് നമുക്ക് തരും. പിന്നെ അവിടെ നേരെ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കാരിക്കറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോണിൽ കൂടെ കണക്ട് ചെയ്ത് അവിടെ അടുത്ത വീട്ടിൽ തന്നെ ആൽബംസും എല്ലാതും നമ്മളവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. ശരിക്കും നല്ലൊരു മിസ്സിങ് ആയിരുന്നു, കാരണം നേരത്തെ വിളിച്ച് പറഞ്ഞില്ല അവരുടെ അടുത്ത്. ഇവരൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ടൈമിങ് ഡിലേ വരുന്നതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. പിന്നെ നമുക്ക് അവിടെ തന്നെ വേറൊരു ആൽബം മേക്ക് ചെയ്തിട്ടുള്ളത് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് വളാഞ്ചേരിയിൽ നിന്നായിരുന്നു.
വളാഞ്ചേരി എത്തി ആൽബംസ് എല്ലാം ചെക്ക് ചെയ്തു. നമ്മളിവിടെ മെയിനായിട്ട് വരാനുള്ള വേറൊരു കാരണം കൂടി ഇത് തന്നെയാണ്. കാരണം ഈ ആൽബത്തിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ പുതിയ കുറച്ച് ഡിഫറെൻറ്റ് മെറ്റീരിയൽസും കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽസൊക്കെ ഇവർ ഫോട്ടോസ് അയച്ച് തരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്താൽ മാത്രമേ ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇവരുടെ കയ്യിൽ നമ്മുടെ പഴയ ലോഗോ ആയിരുന്നു. ഇവരുടെ ആൽബത്തിലും എല്ലാം വെച്ചിരിക്കുന്നത് പഴയ ലോഗോ ആണ് കേട്ടോ. നമ്മളിനി ഇവർക്ക് പുതിയ ലോഗോൻ്റെ പ്ലേസിങ് എല്ലാം പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വേണം പുതിയ ലോഗോ നമുക്കിതിൽ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അവിടെ കുറേ പുതിയ നല്ല മെറ്റീരിയൽസുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഹിന്ദു വെഡ്ഡിങ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയൽസുകൾ കുറേ കണ്ടു. പിന്നെ ഇതാണ് നൗഫൽ വളാഞ്ചേരി. അപ്പോൾ നിങ്ങൾക്ക് ആൽബംസൊക്കെ മേക്ക് ചെയ്യുന്ന ഞാൻ നമ്പറിൽ കൊടുക്കാം. ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് ആൽബംസൊക്കെ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നൗഫലിനെ വിളിക്കുക. നമ്മൾ ഫസ്റ്റ് ഡെലിവറി ചെയ്ത ആൽബം ചെയ്ത് വേറെ ടീമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു. വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പോൾ വീണ്ടും ചായ കുടിക്കാനുള്ള ഒരു സ്റ്റോപ്പ് നോക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി നല്ലൊരു ഷവർമ സ്പോട്ട് കിട്ടി. സാത്താർ സമൂസ ഹബ് എന്നാണ് അതിൻ്റെ പേര്. എവിടെയാണ് സ്ഥലം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. സമൂസയല്ല ഷവർമ, നല്ല ഷവർമയായിരുന്നു. കണ്ണനും ഞങ്ങളെല്ലാവരും ഷവർമയും കോഫിയൊക്കെ കുടിച്ച് നല്ല പീസ്ഫുള്ളായിട്ടൊരു കഫേ ആയിരുന്നു കേട്ടോ. നല്ല തണലുണ്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ആക്ച്വലി നല്ല ഫുഡും. പിന്നെ സുകന്യനെ കൊണ്ട് ബില്ല് കൊടുക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ബില്ലുകളൊക്കെ ഞാൻ അവളെ കൊണ്ടാണ് പേ ചെയ്യിക്കുന്നത്. അവൾ ബില്ല് അത് തീരെ കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഗുരുവായൂർ എത്തിയപ്പോൾ സത്യജിത് ഭായ് പറഞ്ഞു ലംബൂസ് ഗുരുവായൂരിൽ കുറച്ച് പുതിയ ലൈറ്റുകളൊക്കെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ലൈറ്റുകളൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ അവിടെ നമുക്ക് കുറച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പുതിയ മൈക്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാനും യൂസ് ചെയ്യാനും തന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 8 മണിക്കൂർ ഡ്രൈവിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു രാത്രി 10 മണി. ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ കണ്ടൻറ്റാണ്. കുറച്ച് ലെങ്ത് ഒക്കെ കൂടിയിട്ടുണ്ട്. അടുത്ത വീഡിയോ തൊട്ട് കുറച്ചും കൂടി ക്രിസ്പ് ആക്കിയിട്ട് കുറച്ചും കൂടി നല്ല ഷോർട്സ് ഒക്കെ ആക്കിയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.